ദോശമാവ് എങ്ങനെ ഇങ്ങനെ ആയിരിക്കും അല്ലേ? ഇതിനകത്ത് 1 സ്പൂൺ അരിപ്പൊടി ചേർത്തു, 1 സ്പൂൺ മൈദ ചേർത്തു, ഒരു നുള്ള മുളക് പൊടി ചേർത്തു, ആവശ്യത്തിന് ഉപ്പ് ചേർത്തു, അല്പം കായം ചേർത്തു. കായം ചേർത്ത് ഞാൻ നല്ല കുഴച്ച് നമ്മുടെ മുറുക്കിൻ്റെ ഇടിയപ്പത്തിൻ്റെ ഒക്കെ പരുവത്തിലെടുത്തു. ഇനി അതിനെ ഞാൻ ഈ സേവനാഴിക്കകത്തിടാൻ പോകും. ഒതുക്കി നല്ല ഇതായിട്ട്. അപ്പോൾ എണ്ണ തിളക്കട്ടെ, ബാക്കി പരിപാടി നമുക്ക് ചെയ്യാം. ഇതിനകത്ത് നിറച്ചു. ഇനി അത് സേവനാഴിക്കകത്ത് പിഴിഞ്ഞെടുക്കട്ടെ. മാവ് ഇച്ചിരി അയഞ്ഞിരിക്കുവാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് എളുപ്പം പിഴിഞ്ഞെടുക്കാം. എന്നാൽ ലൂസായി പോകുകയും വരുന്നത്. ഒത്തിരി എണ്ണയൊന്നും വേണ്ട കേട്ടോ നമുക്കിതിന്. അപ്പോൾ അത് മൊത്തത്തിൽ റൗണ്ടിലൊന്ന് പിഴിഞ്ഞ് ഇനി അത് ഇച്ചിരി കഴിഞ്ഞിട്ടൊന്ന് മറിച്ചിടാവുള്ളൂ. ചൂട് ഒന്ന് മൊരിഞ്ഞ് കഴിഞ്ഞ്, ഒരു വശം ഒന്ന് മൊരിഞ്ഞ് കഴിഞ്ഞിട്ട് മറിച്ചിട്ടാണ്. ഇനി അതൊരു വശം മറിച്ചിടാൻ പോവാണേ. ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് എൻ്റെ മുറുക്ക് സൂപ്പറായിട്ട് മൂത്തു. ഇനി പ്ലേറ്റിലേക്ക് വെക്കുവാണേ. നമുക്ക് ചായ